ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ നമ്മൾ നോക്കുന്നത് സാമൂഹ്യശാസ്ത്രം 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 7ാമത്തെ പാഠം ഭൂമിയും ജീവലോകവും. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. സൂര്യൻ്റെ ഒരു ഭാഗം അടർന്നു മാറി. അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയിലൂടെ ഭാരമുള്ള വസ്തുക്കളെയൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമ ഉപരിതലം. നിരന്തരവും വ്യാപകവുമായുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയുമുണ്ടായി. ഭൗമ ഉപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങളുണ്ടായി. ഭൂമിയിൽ ജീവൻ്റെ തുടിപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു. ഒടുവിൽ മനുഷ്യനും. ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. ശിലാമണ്ഡലം. പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം. ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഭാഗം തന്നെ. അപ്പോൾ കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവുമാണ്. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ ഇവയെല്ലാമാണ്. പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ. പർവ്വതങ്ങൾ എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. പീഠഭൂമികൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ. പീഠഭൂമികൾ എന്നാൽ മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ. സമതലങ്ങൾ. എന്താണ് സമതലങ്ങൾ? താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. കരയിൽ കാണുന്നത് പോലെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇവയൊക്കെ സമുദ്രത്തിനടിയിലുമുണ്ട്. മണ്ണിനെ അറിയാം. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷങ്ങൾ വേണം. അപ്പോൾ 1 ഇഞ്ച് മണ്ണുണ്ടാവണമെങ്കിൽ 1000-ലധികം വർഷങ്ങളുണ്ടാവണം. സഞ്ചരിക്കുന്ന കുന്നുകൾ. മുമ്പ് കുന്നുകയറി പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോറികളിൽ കയറി പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. അതിശക്തരായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളിലേറ്റി കൊണ്ടുപോകുന്നു. ജലമണ്ഡലം. ഭൗമോപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്രുവ പ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ് ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികളായും നിലകൊള്ളുന്നു. മേൽപ്പറഞ്ഞ 3 അവസ്ഥകളിലുമായി
ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. അമൂല്യമായ ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അഥവാ ഫ്രഷ് വാട്ടർ അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് കേവലം 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞുകൂടി കിടക്കുന്നു. റാലേഗാൻ സിദ്ധിലെ വിജയഗാഥ. ഇങ്ങനത്തെ ചിലപ്പോൾ പോയിന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന ചെറുഗ്രാമം. വർഷത്തിൽ ശരാശരി 50 സെൻറ്റിമീറ്റർ താഴെ മാത്രമാണ് മഴ. അതുതന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല. ഉപരിതലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യ ആവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇവയൊക്കെയായിരുന്നു 1975 മുൻപുള്ള റാലേഗാൻ സിന്ധിയിലെ ചരിത്രം. 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബുറാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. കാർഷിക വൃത്തി പരിപോഷിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അമിതമായ ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി. പകരം പൊതുകിണറുകൾക്ക് പ്രാധാന്യം നൽകി. ഇന്നവർക്ക് 7 പൊതുകിണറുകളുണ്ട്. അവയിൽ ഇഷ്ടം പോലെ വെള്ളവും. ഗ്രാമത്തിലെവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുമുണ്ട്. മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിന് തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടും ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇന്നവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെ ഉണ്ട്. അടുത്ത് വായുമണ്ഡലമാണ്. വായുമണ്ഡലം ഭൂമിയെ ഒരു പുതുപ്പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. വായുവിൻ്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ അവയിൽ കലരുന്ന എന്തും വായു മലിനീകരണമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരൂ. അന്തരീക്ഷം നമുക്ക് എന്തെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നുവെന്ന് നോക്കാം. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ്, പ്രാണവായു, മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണം, ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം. ഇതെല്ലാം അന്തരീക്ഷത്തിൻ്റെ ചുമതലകളാണ്. ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ജൈവമണ്ഡലം. ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് ശിലാജല വായുമണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ്. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി 2001, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി 2001, ചീയമ്പാറ 2013, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ 2012. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലിന് മിക്കതിനും കാരണം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സംഗ്രഹം നോക്കാം.
ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിൻ്റെ ആവരണമാണ് വായുമണ്ഡലം. സമുദ്രത്തിലും കരയിലും വായുവിലുമൊക്കെ കാണപ്പെടുന്ന ജലമെല്ലാം ചേരുന്നതാണ് ജലമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ മൂന്ന് മണ്ഡലങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പ്. മനുഷ്യൻ നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങളെ ബാധിക്കും.